ഇപ്പൊ ഞാൻ പറഞ്ഞത് മതങ്ങൾ ഒരു വ്യത്യാസം. ഇപ്പൊ ചേട്ടന്റെ മലയാള ഭാഷയും തമിഴ് ഭാഷയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് രണ്ടുപേർക്ക് ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിൽ രൂപപ്പെട്ടത് കൊണ്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അത്രേ അർത്ഥമേ ഉള്ളൂ മതത്തിന്. മലയാള ഭാഷ തമിഴ് ഭാഷ എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ മലയാളം അറിയാത്ത ഒരാളുടെ അടുത്ത് നമ്മള് മലയാളം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറച്ച് മലയാളം അറിഞ്ഞുകൂടാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുമായിട്ട് അവർ 5 മിനിറ്റ് നേരം അവരുടെ അടുത്ത് മലയാള ഭാഷ പറഞ്ഞു പഠിപ്പിക്കുക, അവർക്ക് പറ്റും. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്. അല്ല, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മലയാള ഭാഷ അറിയത്തൊന്നുമില്ല. കേട്ട് അത് തന്നെയാണ്, കേട്ട് പഠിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രം അത്. അപ്പൊ അത്രേ ഉള്ളെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഒരു പ്രദേശത്തെ ആളുകൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള അറിവുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ലോകത്തിനെ പറ്റിയുള്ള പ്രോസസ്സ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ആണ് സൃഷ്ടികളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആളുകൾ ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ എനിക്കൊരു ഇത് വന്നത് എന്താ വെച്ചാൽ മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ചേട്ടൻ എന്താ തോന്നിയിട്ടില്ല? ഏത് മൃഗത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്? ആനിമൽസ്. ഇപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമലാണ്, മനുഷ്യൻ മൃഗമാണ്, സമ്മതിച്ചു. പക്ഷേ ഈ മനുഷ്യനും മൃഗവും തമ്മിൽ ഒരു മനുഷ്യരും മൃഗമല്ല, മനുഷ്യൻ മൃഗമാണെന്നുള്ളതാണ് ഈ തെറ്റാണ് ആദ്യം തൊട്ടേ ആൾക്കാർക്ക് അറിയാതെ. മനുഷ്യര് മറ്റു എല്ലാ മൃഗങ്ങളെ പോലെ ഒരു മൃഗമാണ്. എല്ലാ മൃഗങ്ങളും മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ നമ്മളും വ്യത്യസ്തരാണ്.